ഹേ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും തുടങ്ങിയാലോ. അപ്പോൾ ഞാൻ എൻ്റെ സ്കിൻ കെയർ ഒക്കെ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ എൻവൈബേൻ്റെ 3-in-1 ഫൗണ്ടേഷൻ ആണ്. അപ്പോൾ ഇതിൽ പ്രൈമർ, ഫൗണ്ടേഷൻ പ്ലസ് സീറം കൂടിയാണ് ഇതിൽ ഇൻക്ലൂഡ് ആയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് അങ്ങോട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൽ എല്ലാവരുടെയും ജസ്റ്റ് ഡോട്ട് പോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് നന്നായിട്ട് അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്താണ് കൊടുക്കേണ്ടത്. പിന്നെ നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ഡാർക്ക് സ്പോട്ട് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എൻവൈബേന്റെ തന്നെ ഒരു ഫുൾ കവറേജ് ആയിട്ടുള്ള ഒരു കൺസീലർ പാലറ്റ് ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ബെറ്റർ ആയിരിക്കും. കാരണം നമ്മളുടെ ആ ഒരു ഡാർക്ക് സ്പോട്ടും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഹൈഡ് ചെയ്തെടുക്കാനൊക്കെ പറ്റും. എൻ്റെ ഫേസിനൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ ഫേസ് നന്നായിട്ട് കവറേജ് ആയിട്ട് ഫുള്ള് നല്ല സെറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴുത്തിലും കൂടി ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നെക്കിലാണെങ്കിലും കുറച്ച് ഡോട്ടൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ ബ്രഷ് വെച്ചാണ് ബ്ലെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ട് എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം. എൻ്റെ ഫേസ് ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല. ആ ഒരു സെയിം ലുക്കിലായിട്ടാണ് വരുന്നത്. അതായത് ഈ ഒരു ഫൗണ്ടേഷൻ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇതാണ് അതിൻ്റെ പ്രത്യേകത. അതിന് ശേഷം ഞാൻ ഐ ഷാഡോ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഐലൈനറും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാജൽ വെച്ചിട്ട് ജസ്റ്റ് ആ അറ്റത്ത് നന്നായിട്ടൊന്ന് കറുപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഒരു മസ്കാരയും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ഏകദേശം ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ മസ്കാര അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ മേലേലും താഴെയും കൂടി അപ്ലൈ ചെയ്യാൻ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനതിന് യൂസ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡാസ്ലറാണ്. ഡാസ്ലറിൻ്റെ ആ ഒരു ബ്രാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡാണ് വരുന്നത്. പിന്നെ ഞാൻ അപ്ലൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിപ് ബാമാണ്. അപ്പോൾ ഈ ഒരു ലിപ് ബാം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ് കെയറിൻ്റെ തന്നെയാണ്. അപ്പോൾ ഞാനത് പിഗ്മെൻറ്റേഷനൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലാസ്റ്റ് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നത് സ്വിസ് ബ്യൂട്ടീൻ്റെ തന്നെ ഒരു ലിപ് ലൈനറാണ്. ഒരു മെറൂൺ കളർ ഷെയ്ഡായിട്ടാണ് വരുന്നത് കേട്ടോ. എടുത്തു പറക്കാൻ കൊതിയായി മുല്ലമുടി ചുരുളിൽ മുകിലായി ഒന്ന് മുടി പുതച്ചിരുന്നാൽ മതിയായി. അങ്ങനെ ലിപ് ലൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർസിൻ്റെ തന്നെ ഒരു ലിപ് ക്രയോൺ വെച്ചിട്ടാണ്. അതിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ബോസ് ലേഡി 21 എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കണുള്ളൂ. അല്ലാണ്ട് കൂടുതൽ ഞാനായിട്ട് ലിപ്സ്റ്റിക്ക് പോലെ ഇങ്ങനെ അപ്ലൈ ചെയ്യല്ല ചെയ്യുന്നത്. പിന്നെ ലിപ്സ്റ്റിക്കാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നത്. ലാക്മേയുടെ തന്നെ ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഗ്രിയ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ് വരുന്നത്. അതായത് 05 റെഡ് സംഗ്രിയ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ചാന്ത് വെച്ചിട്ട് ജസ്റ്റ് ഒരു പൊട്ടും തൊട്ട് കൊടുത്ത് പിന്നെ ഒരു കൊറിയൻ വരച്ചു. അപ്പോൾ നമ്മളെ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഹെയർ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കിയിട്ടൊന്ന് ഹെയർ സ്റ്റൈൽ ചെയ്ത് വെച്ചിട്ടുള്ളൂ. അല്ലാണ്ട് കൂടുതലായിട്ട് ഒരു ഹെയർ സ്റ്റൈൽ ഞാൻ അതിൽ അപ്ലൈ ചെയ്തിട്ടില്ല. പിന്നെ ഇത്രയൊക്കെ ഒരുങ്ങിയിട്ട് ഒരു പൂ പോലും വെച്ചില്ലെങ്കിൽ ഭയങ്കര മോശമാണല്ലോ. അപ്പോൾ എന്തായാലും ഒരു പൂവും കൂടി വെച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയുണ്ട്? ഇത്രയേ ഉള്ളൂ. അപ്പോൾ സെറ്റ് മുണ്ടാണ് ഞാൻ ഉടുത്തുണ്ടായിരുന്നത്. ഇതാണ് ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും എന്തായാലും ഹാപ്പി ഓണം. ടാറ്റാ.